കഴിഞ്ഞ 2 ദിവസമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷൻ കുറച്ച് നാടകീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായി. യൂട്യൂബറായിട്ടുള്ള രാജൻ ജോസഫിന്റെ അറസ്റ്റ്. ഈ രാജൻ ജോസഫിന്റെ അറസ്റ്റാണ്. രാജൻ ജോസഫ് ഒളിവിലാണെന്നും അയാൾക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയെന്നും ഒക്കെ പറഞ്ഞ് അത് കോൺഗ്രസ്സുകാർ തന്നെ അടിച്ചുകൊണ്ട് പോയി ഒട്ടിച്ചാന്ന് പറയും. എന്തായാലും ഇയാൾക്കെതിരെ കേസ് എടുത്തിരുന്നത് ജാമ്യമുള്ള വകുപ്പിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജൻ ജോസഫ് പറയുന്നുണ്ട്, ഞാൻ ജാമ്യമുള്ള വകുപ്പിട്ടുള്ള കേസാണ്, ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്, ഞാൻ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരു പോസ്റ്റൽ ഇങ്ങനെ എൻ്റെ പടമൊക്കെ വെച്ച് ഒട്ടിക്കുന്നു എന്ന് പറയുന്നു. രാജൻ ജോസഫിന് അറിയാമല്ലോ, നമ്മുടെ ഈ യൂട്യൂബിലൂടെ വന്നിരുന്നിട്ട് സ്ത്രീകളെക്കുറിച്ചും മറ്റും വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുന്ന ഒരാളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം, ശ്രീനാദേവി കുഞ്ഞമ്മ, കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം, പള്ളിക്കൽ ഡിവിഷനിലുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് അസഭ്യം പറയുകയും അവരെക്കുറിച്ച് അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതിന് കഴിഞ്ഞ ദിവസം ഈ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ ട്വിസ്റ്റുകളൊക്കെ വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചോണം, ഈ രാജൻ ജോസഫ് തെറി പറയാത്ത ആരും ഈ നാട്ടിലില്ല. പ്രധാനമായും മുഹമ്മദ് റിയാസിനെ ഇളമരം കരീമിനെ വളരെ മോശമായ സാഹചര്യത്തിൽ ചിത്രീകരിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സംഭവിച്ചത് എന്താന്ന്, ഈ രാജൻ ജോസഫിനെ അടൂർ പോലീസ് അയാളുടെ ആ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. വിളിച്ചോണ്ട് പോയി ഈ അടൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേരെല്ലാം കൂടെ കൂടി ഇയാളെ അവിടെ ഇട്ട് തല്ലി. ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഇട്ട് തല്ലി. എന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ഇയാളെ കാണാൻ ചെന്നു. എന്നിട്ട് ഈ കാണാൻ ചെന്നിട്ട് ഇയാളെക്കുറിച്ച് പോസ്റ്റ്, ഈ കക്കൂസ് മാലിന്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഈ രാജൻ ജോസഫിനെ ജാമ്യം കിട്ടി ആരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. CPM-ന്റെ അവിടെ തൊട്ടാണ് ഇതിൻ്റെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. അതാണ് ഏറ്റവും രസകരം. അതായത് എങ്ങനെ അങ്ങോട്ട് വെക്കുന്ന വെടി സ്വന്തം ആസനത്തിൽ വന്ന് കയറുന്നു എന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇതിൽ ചെന്ന് ഇറങ്ങിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഒരു വേണുവുണ്ട്, പിന്നെ ഏരിയ കമ്മിറ്റി അങ്ങോട്ടുള്ള താജുദ്ദീൻ. ഈ രണ്ടുപേരും ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നത്. അത് ഇവർ രണ്ടുപേരും ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വന്നതിന് പുറകെയാണ് ഈ ഇളവരം കരീമിനെയും മുഹമ്മദ് റിയാസിനെയും ദുരൂഹ സാഹചര്യത്തിൽ ബന്ധപ്പെടുത്തി ആ ഒരു വീഡിയോയുടെ കട്ടിങ് പുറത്തോട്ട് വരുന്നത്. അതോടെ ഈ ചെന്ന് വെട്ട ഈ ആശാന്മാർക്ക് എന്ത് സംഭവിക്കുക. ഇത് കൂടാതെ അടൂരിലെ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട്, എസ് മനോജിന്റെ ഒരു വിലാപം, ഇവരുടെ തന്നെ ഈ വൈറ്റ് സ്വാൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ, അതിനകത്തൂടെ പറഞ്ഞിരുന്നത്. അതെ, അതായത് ഈ എസ് മനോജൊക്കെ ഇയാളുടെ സംരക്ഷകനായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ അകാരണമായി കസ്റ്റഡി എടുത്തു എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇവരുടെ തന്നെ ഒരു പ്രവർത്തകനെ മാവേലിക്കരയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ടതിന് പിടിച്ചുകൊണ്ട് പോകല്ല, അയാളുടെ വീട്ടിൽ പത്തനംതിട്ട സൈബർ പോലീസ് ചെല്ലുന്നു. യാതൊരു കാരണവും കൂടാതെ അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇയാളെ പത്തനംതിട്ട സൈബർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ഇറങ്ങി ബൈക്കേ വരുന്ന വഴിക്ക് അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ഇയാളെ തല്ലാൻ പിടിക്കും. ഇയാൾ അപലപിക്കുകയാണ്, ഈ മനോജ് എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി. ഈ മനോജിനോട് ഞാനൊരു കാര്യം ചോദിക്കാം. ഈ മനോജ് നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ഒരാളാണ്. എന്താണ് കാര്യമെന്നറിയാം? ഇയാളുടെ തട്ടിപ്പ്, അഴിമതി, വിക്രിയകൾ മൊത്തം നമ്മൾ മറുനാടൻ മലയാളിയിലൂടെ പുറത്തു വിട്ടു. അതുപോലെ മറ്റു പത്രങ്ങളിലും ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് നിൽക്കക്കള്ളിയല്ല. ഇയാളുടെ കഥകളൊക്കെ പറയാനാണെങ്കിൽ കൃത്യമായിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം ഇതും ഡീറ്റെയിൽസ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്കെതിരെ ഇയാൾ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുക. അതായിരുന്നു ഏരിയ സെക്രട്ടറിയെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം ചോദിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനുവാണ്. ഉദയഭാനുവിനെ നിയന്ത്രിക്കുന്ന ഇയാളെ പ്രിൻസി ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഇയാളെ പോലൊരാളെ നമ്മളെപ്പോലൊരാൾ ഭീഷണിപ്പെടുത്തി പൈസ തട്ടാൻ ശ്രമിക്കും. അത് CPM ഭരിക്കുമ്പോഴാണ്. ഇവരുടെ പോക്കറ്റിലാണ് ഇവരുടെ പോലീസ്. അത് ബിനു എന്ന് പറഞ്ഞൊരു DYSP ഉണ്ടായിരുന്നു, അത് പ്രജീഷ് എന്ന് പറഞ്ഞൊരു CA ഉണ്ടായിരുന്നു, അന്ന് ഈ നിശാന്തിനി എന്ന് പറയുന്ന SP. ഇവരെ എല്ലാം സ്വാധീനിച്ചിട്ടാണ് ഇയാൾ വ്യാജ FIR ഇടിയിക്കുന്നത്. ഈ വ്യാജ FIR ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നാട്ടിൽ വേറെ FIR ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇവരിറങ്ങി അങ്ങോട്ട് പരിശോധനയാണ്. ഇവരെങ്ങനെ നോക്കിയിട്ടും കള്ളക്കേസ് ആദ്യമേ ഉണ്ടാക്കി വെച്ചു, ഒരു കഥ ഉണ്ടാക്കി വെച്ചു. കഥയ്ക്കനുസരിച്ച് തെളിവുണ്ടാക്കണ്ടേ, കഥയ്ക്കനുസരിച്ച് തെളിവുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇവർ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു, ഈ FIR ക്ലോസ് ചെയ്യണമല്ലോ, അത് ക്ലോസ് ചെയ്താൽ ഇവർക്ക് പണിയാണ്. അതിന് ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ചുകാർ പോകുമ്പോൾ അന്വേഷിക്കുക, ഇവിടുന്ന് ഇവരൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പർ ആരുടെയാ?
എവിടെയോ ഉള്ള സ്പാം നമ്പറാണ്. ഇത് തപ്പിപ്പോവാണ് ക്രൈംബ്രാഞ്ചുകാർ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ. എന്നിട്ട് ഈ പോയിട്ട് വരുമ്പോൾ എല്ലാം ഈ ഉദ്യോഗസ്ഥർ നമ്മളെ വിളിച്ച് പറയും, ഇത് അവർ ചിരിച്ചോണ്ടാ പറയുന്നത്, നിങ്ങൾ വിളിച്ച നമ്പർ തിരക്കി ഞങ്ങൾ പോവാണ് എന്നാണ് പറയുന്നത്. അവസാനം ഇത് അന്വേഷിച്ച് വന്ന ഉദ്യോഗസ്ഥർ മൊത്തം അവിടെ എഴുതി വെച്ചു, ഇത് കള്ളക്കേസാണെന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇത് റിപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവർ സമ്മതിക്കില്ല. റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പണിയാവും. അപ്പോൾ അങ്ങനെയുള്ള മനോജാണ് ഇന്നലെ അവിടെ നിന്ന് വിലപിക്കുന്നത്. എൻ്റെ വീട്ടിൽ കയറി ഫോൺ എടുത്തുകൊണ്ട് പോയതാണ്. ഞാൻ ഇത് ഇയാൾ പറഞ്ഞ ഈ DYFI-കാരൻ എന്ന് പറയുന്ന ആള് കേസിൽ പ്രതിയാണ്. ഇയാൾ പിന്നെ സൈബർ കേസിൽ പ്രതിയായിട്ടാണ് അയാളുടെ ഫോൺ പിടിച്ചോണ്ട് പോയത്. എൻ്റെ വീട്ടിൽ കയറി ഫോൺ എടുത്തുകൊണ്ട് പോയത് എന്തിനാ? ഞാൻ ഏത് കേസിൽ പ്രതിയായിട്ടാണ്? അവിടെയാണ്. എന്നിട്ടാണ് ഇവർ വിലപിക്കുന്നത്. ഒരു മുന്നറിയിപ്പില്ല പിടിച്ചത്. നിങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ഏതായാലും മുഹമ്മദ് റിയാസ് നിർബന്ധമായും ഈ ഒരു വീഡിയോ കാണണം. അപ്പോ സുഹൃത്ത് അവിടെ അടുവിൽ മനോജ് എന്ന ഒരു സുഹൃത്തുണ്ടെന്ന്. അതെ അല്ല, ഇത് ഇയാള് വൈറ്റ് സ്വാനിക്കൂടെ വിട്ട ഇതിന്റെ അടി മുഴുവൻ തെറിയ. ആൾക്കാർ വന്ന് തതയ്ക്കും എല്ലാം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ചുമ്മാ നമ്മൾ ചുണ്ണാമ്പിടുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നേതൃത്വത്തിൽ രാജൻ ജോസഫിനെ പിടിച്ച് ഒരു ദിവസം ലോക്കപ്പിലിട്ടു. അയാളെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അപ്പം ശ്രീനാദേവി വീണ്ടും പറയുന്നുണ്ട്, കുറേ പേരുണ്ട് ഇങ്ങനെ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗുണ്ടാ സംഘവും കയറി ഇത് ഭരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. അയാൾ പിന്നെ ഇവിടെ പോകാൻ, അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനല്ലാതെ വേറെ ഏതാണ്ടാകാൻ പറ്റും? അതെന്താണ്? അയാളെ ദ്രോഹിച്ചവരെ എല്ലാം അയാൾ നോക്കി വെച്ചിരിക്കുന്നു. അയാൾ തിരിച്ച് പ്രതികാരം ചെയ്യും. CPM എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? മറുനാടൻ മലയാളിക്കെതിരെ എത്ര കേസെടുത്തു? എന്താണ്? പിണറായി വിജയനെതിരെ പറഞ്ഞു. പിണറായി വിജയനെതിരെ കൈ ചൂണ്ടി എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം അതെ. എന്നിട്ട് അവര് ഈ പിണറായിയുടെ പോലീസാണ് അയാളെ വണ്ടിക്ക് വെളിയിലിറക്കി DYFI-കാർക്ക് മുട്ട എറിയാൻ നിർത്തി കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ വിലപിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങളൊക്കെ ചെയ്തതിന് തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കള്ളക്കേസാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്കെതിരെ ഒറിജിനൽ കേസ് വരും. അത്രേ ഉള്ളൂ. ഒറിജിനൽ കേസ് വരും. നിങ്ങൾ കൊടുത്തതൊക്കെ കള്ളക്കേസാണ്, വ്യാജ കേസാണ്. P. ശശിയുടെ ബുദ്ധിയായിരുന്നു നിങ്ങളെയൊക്കെ. നിങ്ങളുടെ പഴയ സാക്കപ്പാലം കൊണ്ട് ബംഗാളിലെ കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് ഇതേ പരിപാടി അവിടെ കാണിച്ചപ്പോൾ ഇപ്പൊ വെളിയിറങ്ങിയ ആടിയാണ് നാട്ടുകാർ. എന്തായാലും അവസ്ഥ ഇവിടെ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഏതായാലും രാജൻ ജോസഫ് പറഞ്ഞതെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യങ്ങളാണ്. മലയാളി പറഞ്ഞതൊക്കെ തന്നെ കൃത്യമായ കാര്യങ്ങളാണ്, കൃത്യമായ തെളിവ് വെച്ചുള്ള കാര്യങ്ങൾ. ശ്രീനാദേവി കുഞ്ഞമ്മ നല്ലൊരു ഫൈറ്ററാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ നല്ല ഫൈറ്ററാണെന്ന് മാത്രമല്ല, അവർ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒന്നാമത്തെ കാര്യം എന്താണ്, അവർക്കെതിരെ ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ വൈറ്റ് സ്വാൻ TV-കാർക്കൊക്കെ എന്താണെന്നറിയാമോ? ഇത് ആർക്കോ വേണ്ടി ചെയ്തതാണ്, ഇവർക്ക് വേണ്ടി ചെയ്തതല്ല. ഇവർ പറയുന്ന ഈ CPI-യിലെ പടലപ്പിണക്കത്തെ തുടർന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ നല്ല ഒരു ലീഡറാണ്, അവർ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലീഡറാണ്. അവരെ നേരെ ചൊവ്വേ നേരിടാൻ പറ്റാതെ വന്നപ്പോൾ അപവാദ പ്രചരണം ഇറക്കി വിടാൻ പോയതാണ്. അപവാദ പ്രചരണം നടത്താൻ പോയി. അങ്ങനെ പോയി ഇവരോട് അപവാദ പ്രചരണം നടത്താൻ പറഞ്ഞവന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അവരുടെ റേഷൻ കാർഡ് വരെ കട്ട് ചെയ്ത് കളഞ്ഞു ഈ ശ്രീനാദേവിയുടെ ഭരണ സ്വാധീനം വെച്ച്. അവസാനം എന്ത് സംഭവിച്ചു? ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് കട്ട് ചെയ്ത നടപടി റദ്ദാക്കി. അവരുടെ പേരും നാളും എല്ലാം അവിടെ ഉള്ളതാണ്. അവർ കൃത്യമായിട്ട് രേഖകളിൽ ചേർത്താണ്. ഇതെന്താണ് ചെയ്തത്? ഇവർ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. CPI-ക്കാർ അന്ന് ഇവരെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ അവർ പേര് ചേർത്തത്. എന്നിട്ട് അവസാനം ഇത് വ്യാജമായി ശ്രീനാദേവി ചേർത്താന്ന് പറഞ്ഞു വന്നു. ഈ വ്യാജമായി ചേർത്താന്ന് പറഞ്ഞ് ഇവരെ വോട്ടവകാശം നിഷേധിക്കാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ പലവിധ അവരെ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമം പ്രചരിപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് കൃത്യമായിട്ട് ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ അവഹേളിക്കാമോ ആ രീതിയിലുള്ള അപവാദ പ്രചരണം തന്നെയാണ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയത് പോട്ടെ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്ങുകളും ഓഡിയോ ക്ലിപ്പും അദ്ദേഹത്തിനെതിരായിട്ട് കുറച്ച് വിഷയങ്ങളും വന്നിട്ടുണ്ട്. അത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ ചെയ്യുന്നത് പോട്ടെ. ശ്രീനാദേവി കുഞ്ഞമ്മ എന്താണ് ചെയ്തത്? ശ്രീനാദേവി കുഞ്ഞമ്മ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു. അതുപോലെ CPI-ക്കാരുമായിട്ട് പടപൊരുതി അവർ പാർട്ടി വിട്ടു. അവർ ജയിക്കുകയും ചെയ്തു. ഇപ്പം എന്തായാലും ഈ കരച്ചിൽ കാണാൻ നല്ല രസമുണ്ട്. ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും കള്ളക്കേസിലും കുടുക്കി, പെണ്ണ് കേസിലും കുടുക്കി, വ്യാജ കേസിലും കുടുക്കി നടന്ന ആശാന്മാരൊക്കെ ഇപ്പം ഇതെല്ലാം തങ്ങൾക്ക് നേരെ തിരിച്ചു വരുമ്പം വിലപിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ചെയ്തതിൻ്റെയൊക്കെ അതുപോലെ കേരളത്തിലെ CPI നേതാക്കന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്തവർ ശ്രദ്ധിക്കുക. നിങ്ങളെ കേസ് വന്നാൽ അടൂരിൽ പോകുക, നിങ്ങൾക്ക് ജാമ്യം എടുത്താൽ അവിടെ ആളുണ്ട്. അതെ, നേതാക്കന്മാർ അല്ല ഇനിയും കുറെ പേരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾക്ക് പറഞ്ഞ പോലെ സ്വാധീനം ഉണ്ട്. അത് സത്യമാണ്. അത് അയാൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കുന്നത് എങ്ങനെ? അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ തീപ്പൊരു നേതാവ് തന്നെയാണ്.
അയാളുടെ സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. അയാൾ കോൺഗ്രസിൽ നിന്നൊന്നും അയാൾ പോയിട്ടില്ല. ഒരു കോൺഗ്രസിൽ അങ്ങോട്ട് പ്രവർത്തിക്കുന്നതിന് അവർ പുറത്താക്കണമെന്നൊന്നുമില്ല. അദ്ദേഹം അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പൊ ഇനിയും കുറെ പേരെയും കൂടെ അടൂർ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ടെന്നാണ് സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം ഒക്കെ സെക്രട്ടറി ഒക്കെ റെഡിയായിട്ട് വിലപിക്കാൻ റെഡിയായിട്ട് നിൽക്കുക.